ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ പച്ചരി കൊണ്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു കപ്പ് പച്ചരി കൊണ്ട് നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 250 ml കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഗ്ലാസ്സിലാണ് അളവെടുക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. ഇനി ഇത് വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. മിനിമം 4 മണിക്കൂറാന്നിട്ടാണ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. അങ്ങനെ ഇത് ആ പച്ചരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ചോറായാലും പ്രശ്നമില്ല കേട്ടോ. വൈറ്റ് റൈസ് ആയാലും പ്രശ്നമില്ല, ബോയിൽഡ് റൈസ് ആയാലും പ്രശ്നമില്ല. ഇനി വേണ്ടത് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ 1/4 കപ്പ് ചോറിന് 1/4 കപ്പ് അളവിൽ തന്നെ പഞ്ചസാരയും എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് കൂടുതൽ ഇട്ടാൽ മതി. ഇനി വേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 2 കപ്പ് പച്ചരി ആണെങ്കിൽ 1/2 കപ്പ് മൈദ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിളായി എടുത്താൽ മതി. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റിൻ്റെ പകരം നമുക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്ക തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചേർത്ത ഇൻഗ്രീഡിയൻസൊക്കെ നല്ല പോലെ ഒരു സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അളവ് പറയുന്നില്ല, എന്നാലും ഞാൻ 1 കപ്പിൽ ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ 1 കപ്പ് വെള്ളം എന്നിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി, വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഇതാ 1 കപ്പ് പച്ചരിക്ക് ഞാൻ 1 കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബാച്ചസ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിനിമം 5 മണിക്കൂർ മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ 5 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ മിക്സും നല്ല പോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സമയം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഓവർ തിക്കും അല്ല, ഓവർ ലൂസും അല്ല. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചട്ടിയാണ് എടുക്കുന്നത്. നമ്മുടെ ഉണ്ണിയപ്പം, കരായപ്പം എല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ചട്ടി. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് ചൂടാക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ ഈ കുഴിയിൽ 1/4 ഭാഗം ഓയിൽ ഫില്ല് ചെയ്താൽ മതി. അതാവുമ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. അങ്ങനെ ഈ എണ്ണ ഹൈ ഫ്ലെയിമിൽ ഇടല്ല കേട്ടോ, ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം നമുക്ക് കുക്ക് ചെയ്യാൻ. അങ്ങനെ ഓയിൽ നല്ല ചൂടായി വരുമ്പം നമ്മുടെ ബാറ്റർ ഓരോ കുഴിയിലായിട്ട് 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുക. കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു 30 സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കോളും. ആ സമയം നമ്മൾ ഇത് ഒഴിച്ച അതേ ഒരു റൊട്ടേഷനിൽ തന്നെ പെട്ടെന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത സൈഡും ഒരു 30 സെക്കൻഡ്സ് ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണെന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയണേ. അപ്പോൾ ഇതുപോലത്തെ ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പീസുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.